ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പെട്ടി പ്രയോഗം, വീടെന്ന പെട്ടിയിൽ നിന്ന് സ്കൂൾ എന്ന പെട്ടിയിലേക്കും സ്കൂൾ ബസ് എന്ന പെട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവസാനം എത്തിച്ചേരുന്നത് എന്താണ്? മൊബൈൽ എന്ന പെട്ടിയിലാണ്. ഈ കോവിഡ് കാലത്ത് ആ പെട്ടിയിൽ മാത്രമായി ചുരുങ്ങിയാണ്, കണ്ണുകൾ അതിൽ മാത്രമാണ്, അവരുടെ ലോകം അതുമായി മാത്രമായി ചുരുങ്ങിയാണ്. ആ ലോകം വിശാലമാണ് താനും, പുറമേക്ക് കാണുന്ന പോലെ അതിവിശാലമായ ലോകമാണ്. ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാത്ത ലോകത്തിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഡാർക്ക് വെബുകളുണ്ട്, അവിടെ എങ്ങനെയൊക്കെ മയക്കുമരുന്നുകൾ കിട്ടും എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നു. അതോടൊപ്പം എങ്ങനെയൊക്കെ ആക്രമണം നടത്താം, എതിരാളികളെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ക്ലാസ്സുകൾ കിട്ടുന്നു. ഈ തരത്തിൽ അതിൻ്റെ ഒരു സ്വാധീനം വലിയ രൂപത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്നുള്ളത്, ഒരു ടീച്ചർ ഓടി വന്ന് തൻ്റെ അടുത്ത് പറഞ്ഞൊരു ആശങ്കയാണ്. ഒരു ക്ലാസ്സിൽ മോശമായി പെരുമാറിയ കുട്ടിയോട് നാളെ പേരൻറ്റിനെ കൊണ്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും തള്ളേ എന്ന് ചോദിച്ചു. എന്നുള്ള ആ ഭീഷണി കേട്ട് ടീച്ചർ പേടിച്ചിട്ട്, പ്രതിപക്ഷ നേതാവിന് പരിചയമുള്ള സ്ത്രീ ആയിരിക്കണം, ആ ടീച്ചർ പോയി പറയുകയാണ്. അപ്പോൾ അതാണ് ഒരു പ്രതികരണ രീതി. അതാണ്, അതിൽ ബഹുമാനമില്ല, പരസ്പര സ്നേഹമില്ല, കരുതലില്ല, കരുണയില്ല, ഒന്നുമില്ല. ആ രൂപത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടേണ്ടത്.